കിട്ടി എന്ന് പറയാൻ വേണ്ടി വീഡിയോ ഓണാക്കി എന്ന് പറഞ്ഞപ്പോൾ വള്ളത്തിണ്ട് മയം കൂടി കിട്ടിയ ഹാപ്പി. പായ നല്ല ശക്തമായി ഒരു പൊളപ്പൻ ഇടിയായിട്ട് പറ്റി നല്ല പായങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങൂ, മഴകൾ കൊള്ളൂ, പനി പിടിപ്പിക്കൂ, ഇവിടെ ഹോസ്പിറ്റലിൽ പോകും. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വ്ളോഗ്. ഇന്ന് ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഞാനുണ്ട്, അബി ഉണ്ട്. അപ്പോൾ എന്താ പാടുന്നു അറിയാം, പാടത്തിൻ്റെ ഫുൾ വറ്റിക്കെടുക്കുകയാണ്. അപ്പോൾ എവിടെയെങ്കിലും 2-3 മീനിനെ കണ്ടാൽ പിടിക്കാം, വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാ. അതാണ് അപ്പം നമ്മളെ പരിപാടി, ഒരു മീൻ പിടിക്കൽ. പക്ഷേ ഇവിടെ കണ്ടിട്ട് തപ്പി രപ്പാക്കി പോയ മാതിരിയുണ്ട്. ഇതാരോടെ ഉണ്ടാകുന്നു അതും നോക്കണം. ഞാനുണ്ട്, അബിൻ്റെ പറഞ്ഞോടെ നോക്കട്ടെ എൻ്റെ കാണിച്ചു. അവിടെ കണ്ടിരുന്നത് വെറും ഒരു ചളിക്കെട്ടായിരുന്നു. ഇതാളും മനുഷ്യനും ഇല്ലാത്തത് മാത്രമല്ല, ഏകദേശം എല്ലാവരും ഇറങ്ങി പറഞ്ഞിട്ടുണ്ട്. പാടം എന്താ നെല്ല് കൊയ്യാനുള്ള രീതിയിലൊക്കെ എത്തി നിൽക്കുന്നു. പറഞ്ഞാൽ എൻ്റെ വീട് താണ്ട് ഇതാ വെള്ള വീട്, നേരെ ലെഫ്റ്റിൽ നേരെ ഇറങ്ങുമ്പോൾ പാടണം. മനസ്സിലായി എനിക്ക്. അപ്പം ഞങ്ങളിങ്ങനെ കുഴി തപ്പിക്കൊണ്ടിരിക്കുന്നു. കുഴിയാണ് ഞങ്ങളിവിടെ കണ്ടെത്തിയത്. സോ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയോ എന്നൊരു സംശയം. വെറുതെ ഇരുന്നപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്, അല്ലാതാണെന്നില്ല. നോക്കട്ടെ എന്തായാലും. ഫുൾ കാടും പൊന്തിയാണ്, അത് ഒന്നാമത്തെ ഒരു പ്രശ്നമാണ്. ഇനി ഞങ്ങൾക്ക് മീനുള്ള കുയ്യ കാണിച്ചിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാണിച്ചു തരാൻ വേണ്ടി എന്ത് കേട്ടോ, അല്ല വെറുതെ മീൻ. ഞങ്ങളുടെ മീൻപിടുത്തം അടിപൊളിയാണ്. കാരണം നല്ല കാറ്റുണ്ട്. കുറേ കാലത്തിന് ശേഷം നല്ലൊരു കാറ്റൊക്കെ കിട്ടുന്നത്. നടുപ്പാടത്ത് കാറ്റും കണ്ടിട്ട് അത് ശരിയാണ്. കാരണം നല്ല സെറ്റായി കിടക്കണം. കണ്ടാ അവിടെ നിന്ന് ചെറുതായി സൂര്യ ഫെയ്ഡ് ആവണം. നല്ല കാർമേഘല്ലേ, നല്ല അടിച്ചാപ്പൊളി കാർമേഘം. അവിടുന്ന് മഴ പെയ്ത് തന്നെ ശബ്ദം ചെറുതായിട്ട് കേൾക്കാം. നല്ല കാറ്റും. അടുപ്പാട് മീൻ പിടിക്കാൻ വന്ന മീൻപിടുത്തം മാത്രം നടക്കില്ല, മഴ കൊണ്ട് വീട്ടിൽ പോകും. അപ്പം ഈ മീൻപിടുത്തം വ്ളോഗ് സ്വിച്ചായിട്ട് മഴകളിൽ വ്ളോഗായി മാറും, ഉറപ്പായിട്ടും. തിരിക്കുകയാണ്, മീൻപിടുത്തം പരിപാടി നിർത്തി. ഞങ്ങളെ നാടിനെ കുറിച്ച് പറയാം. ഞങ്ങളെ നാട്, അതിൽ എൻ്റെ വീട് നേരെ ഇറങ്ങിയാൽ ഈ കാണുന്ന മൊത്തം ഈ പാടാണ്, ഈ പരന്ന് കിടക്കുന്ന പാടം. പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് പാടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഞാൻ പണ്ടൊട്ട് ഇതായിട്ടൊക്കെ ഭയങ്കര റിലേറ്റഡ് ആൻഡ് കണക്റ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ച് എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടൊന്നും ഇറങ്ങണില്ല. അപ്പം ഇങ്ങനെ ഇറങ്ങണം. ഇനി ഒന്നാമത് എനിക്ക് സമയം കിട്ടാറില്ല. ഇങ്ങനെ നടന്നിട്ട് കുറച്ചായി. ഇവിടുത്തെ വരുമ്പോൾ കൂടിയാണ് ഞങ്ങൾ നടക്കണേ. ഞങ്ങളിവിടെ കൃഷി നടക്കേണ്ട മേടി വിടും. അപ്പോൾ നിങ്ങൾ കണ്ടെന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാണ്ട് നമ്മൾ ഒന്നാമത് നടക്കുന്നത് വരമ്പ. പിന്നെ ഞങ്ങളെ നാട് ബാക്കിയൊക്കെ വിട്ടാളി, ഞങ്ങളെ നാട് അടിപൊളിയാണ്. എല്ലാ രീതിയിലും ദൈവത്തിനോട് നന്ദി പറയുന്നു. കാരണം ഈ ഒരു നാട്ടിലും ഇങ്ങനത്തെ ഒരു സ്ഥലത്തും ജനിപ്പിച്ചിട്ടുണ്ട്. പാടത്തിൻ്റെ തൊട്ടുവക്കത്ത് ഞാനായാലും ഇവനായാലും ഒക്കെ ഞങ്ങൾ പാടത്തിൻ്റെ ഒപ്പം. വെള്ളം വരുമ്പോൾ ഞങ്ങൾ വീട്ടിലൊന്നും കയറില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അല്ലേ നടക്കേ എന്തേ ബക്കറ്റ് നമുക്ക് അപ്പുറത്തൂടെ തപ്പാം. ബക്കറ്റ് കിടത്തുന്ന നിങ്ങൾ എന്തിനാണ് പോയത്? അതെ, അവിടെ ഒരു കുഴിമുണ്ടാവും, അവിടെ തന്നെ പോയാൽ ഒരു മയം കൂടി കിട്ടിക്കണമെങ്കിൽ ഹാപ്പി ആയി. ഇനിന്ന് പറഞ്ഞപ്പോൾ വള്ളിട്ടുണ്ട്, മയം കൂടി കിട്ടിയാൽ ഹാപ്പി. ഇതാ നമ്മളതേ ടീമുണ്ട് അവിടെ. നമ്മളെ ടീമല്ല, ചെക്കന്മാർ നമ്മളായി തന്നെ. അപ്പം നിങ്ങൾ മഴ കൊള്ളാനാ വന്നിട്ടുണ്ട്. മീൻ പിടിക്കാനാവരുത് എന്നാണ് മനസ്സിലുള്ളത്. ഞാൻ നല്ല സംസാരിക്കണ്ടില്ലേ, എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. കുയ്യും കൂടി ഉണ്ടായിരുന്നില്ലേ, ആ കുയ്യിൻ്റെ അവസ്ഥ കാണിച്ചിട്ടുണ്ടോ. കുളിക്കാനുള്ള വെള്ളമുണ്ട്. എന്നിട്ട് ആ പൊട്ടാപ്പോ അങ്ങോട്ട് വന്നു കാലൊക്കെ ഭയങ്കര പണി കിട്ടും. എത്തി എന്ന് പറയാൻ വേണ്ടി വീഡിയോ ഓണാക്കി. അപ്പം എന്താ വെച്ചാൽ ഇവിടെ എത്തി, നാട്ടിലെത്തി. നാട്ടിലെത്തി. ഇനി ബക്കറ്റ് അവിടെ കൊണ്ടുപോയിട്ടാണ് മണ്ടൻ. ഏകദേശം അവിടെ എത്തി. ഇവിടുത്താണ് എൻ്റെ നാട്, ഇത് മേലെൻ്റെ പേരാ. പക്ഷേ എത്തുന്നില്ല, ബക്കറ്റ് അറ്റത്തോണ്ട് പോയി. പക്ഷെ ബക്കറ്റ് എടുക്കണ്ടില്ല എത്തി പറഞ്ഞാൽ. കുറച്ചായ ഒരു മഴ നനച്ചിട്ട് കൊണ്ടുപോയി പാടത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കണ്ടോ. ഇവിടെ വെള്ളം മൊത്തത്തിൽ വറ്റി കിടക്കാണ്. പാലക ശൂന്യം, ഒരു മൂടൻ കേട്ടോ. നല്ല രസം. പക്ഷേ കാലം കൈയൊക്കെ ചുറിഞ്ഞിട്ട് കാണാം. എന്നെ കുളിക്കുമ്പോൾ അറിയാം. നിങ്ങൾ നാട് അത്യാവശ്യം ഇങ്ങനെയൊക്കെയാണ്. കണ്ടാ അബാൻഡഡ് വണ്ടറൊന്നല്ല, ഫുൾ ടൈം ഇവിടെ ആൾക്കാരുണ്ടാവും. പക്ഷേ ആടാ കാലം കൈക്ക് നേർന്നു. ഇത് വെറും സംസാരങ്ങളൊക്കെ വരും അല്ലേ. ഇവിടെ നിങ്ങൾക്ക് നല്ല വിഷ്വൽസ് കാണാൻ പറ്റി പറയാനും പറ്റില്ല. എന്തിനാണ് നിങ്ങൾക്ക് പച്ചമാരൊക്കെ എന്തെങ്കിലും ബെല്ലൈക്കണൊക്കെ അടിച്ചില്ല, സബ്സ്ക്രൈബ് ചെയ്തിങ്ങനെ ബെല്ലൈക്കൺ അടിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ, നാട്ടിലെത്തിയിരിക്കുകയാണ്. മഴ ചെറുതായിട്ട് മഴ ഉള്ളൂ, പക്ഷേ നല്ലൊരു മഴ കൊള്ളുമ്പോൾ ഒരു തണുപ്പും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ്ട് ഇവിടെ അഭിയുണ്ട്.
അപ്പോൾ ബക്കറ്റ് ഇതാണ് അവിടെ ഒരു പോസ്റ്റാണ് നിങ്ങൾ കാണുന്നുണ്ട് ആ വലിയ പോസ്റ്റ് അതിൻ്റെ അപ്പുറത്തൊരു പോസ്റ്റ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ബക്കറ്റ് കൊണ്ടിട്ട് ഒരാവശ്യമില്ലേനും വെറുതെ ബക്കറ്റ് എടുത്ത് പോയിട്ടാൽ ഞാനും പറഞ്ഞ് അതേമാതിരി നമ്മൾ കൊണ്ടുവന്നു ചെയ്ത് എന്ത് ചെയ്യാനാണ് തലയിലൊക്കെ എന്ത് കാര്യമാണ്. അപ്പം ഈ വീടിൻ്റെ അപ്പുറത്ത് എൻ്റെ വീട് ആ വീട് ഇങ്ങനെ കയറി എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ നാട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് പറയട്ടോ. കേട്ടോ ഭംഗിയല്ലേ, ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. ഇച്ചറിയാം നമ്മൾ അടിപൊളിയാണ്. എന്നിട്ട് എന്ത് രാവിലെ ഇറങ്ങുന്നത് വെള്ളം പറ്റും വേറെ മൂഡ് വീഡിയോസ് കുളിച്ചാൻ പോണ വീഡിയോസ്. ഇവിടെ കുറേ സ്ഥലങ്ങൾ കുളിക്കാൻ പറ്റില്ല. ഇപ്പോൾ വെള്ളം പറ്റി എടുക്കണം. പിന്നെ ഇവിടെ പോയിട്ട് കാര്യമില്ല, പാറമക്കത്ത് ചാടും. ഇവിടെ വന്ന് കൂളിടണമെന്ന് ആലോചിക്കും. അതേമാതിരി തലണ്ട് അങ്ങനെ പൊളിച്ച് വെച്ചിരുന്നു. പണ്ട് ഇതേമാതിരി ചാടി നെഞ്ചിൻ്റെ ഇവിടെ ഒരു ഓട്ടമുണ്ട് ഇവിടെ ഇങ്ങനെ. അപ്പോൾ ഞാനിങ്ങനെ തുന്നിയില്ല, അപ്പോൾ ഇങ്ങനെ പൊന്തി ബൾജായി വന്നു. എന്താണ് അന്ന് തുന്നാൻ ഭയങ്കര പേടി. ഡോക്ടറിൻ്റെ തുന്നണ്ട കൂളിയിട്ടതാണ്. അതേമാതിരി ഇങ്ങൾക്കൊന്നും വരാതിരിക്കുക. അപ്പം വെള്ളത്തിൻ്റെ അറിഞ്ഞതിന് ശേഷം കൂളിയിടാൻ നിൽക്കുക. ഓക്കെ, ഒരു ഡിസ്ക്ലൈമറാണ് അല്ലേ. അതിന് പായ നല്ല ശക്തമായി ഒരു പൊളപ്പൻ ഇടിയായിട്ട് പറ്റി. നല്ല പായതാ ഞാനടക്കം പൊളപ്പ് ഇടി പറഞ്ഞാൽ കിണ്ണം കാച്ചിടിക്കും. നല്ല വണ്ടി കച്ചിലാണെന്നല്ലേ ഇട്ടി മരിച്ചേണ്ടി വരും. അതിനോ ബട്ട് അവിടെ എത്തണ്ടേ, അവിടെ ഫുള്ള് കുറ്റിയും. പക്ഷെ നല്ലതാ. എനിക്ക് സത്യം പറയട്ടെ, നിങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് പുറത്തിറങ്ങൂ, മഴകൾ കൊള്ളൂ, പനി പിടിപ്പിക്കൂ, ഇവിടെ ഹോസ്പിറ്റലിൽ പോകൂ. അല്ലാതെ ഞാൻ പറയാ ഇതുകൊണ്ട് എനിക്ക് പനി പിടിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എനിക്ക് അങ്ങനെ പനി പിടിക്കുന്ന കൂട്ടത്തിലില്ല. കാരണം പണ്ടോട്ട് എങ്ങനെ ഇറങ്ങി പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ പിടിക്കും. കുറച്ചായ ഒന്നും ഇങ്ങനെ മഴ പിടിക്കും. അതൊക്കെ പിന്നെ കാണുന്ന പോലും ഉണ്ടാവില്ല. ഐ നോ ദാറ്റ്. ചെരുപ്പടി ഓടിക്കോ ഓടോടെ മഴ കൂടാ അടിക്കിടപ്പ് വരാം. ഇന്നും നനയണണ്ട. ഉപ്പളാണ് സാറ്റിസ്ഫൈഡ് ആയത്. നല്ലോണം നനഞ്ഞപ്പോൾ അതെ നല്ല അങ്ങോട്ട് നനഞ്ഞപ്പോഴാണ് ഞാൻ അപ്പോൾ ഹാപ്പി ആയത്. മീൻ പിടിച്ചാൽ വന്നുകൊണ്ട് അതൊന്നും നടന്നില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. കാരണം നല്ലൊരു മഴ ഉണ്ട്. സത്യം പറയല്ലോ, നീ കുളിച്ചുമ്പോൾ ചൊറിഞ്ഞ് നടക്കണേ. കാരണം ഫുള്ള് പുല്ലാട്ടിക്കണം. ഒന്ന് നല്ല കത്തിപ്പുല്ല്, കൈതപ്പുല്ലുള്ള എല്ലാ പുല്ലുകളും. ഇപ്പൊ തന്നെ കൈയിൻ്റെ ഇവിടെയൊക്കെ മുറിയായി തുടങ്ങി. കാണുന്നുണ്ടാവില്ല. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പം ഞാൻ എന്തായാലും പെരി പോട്ടെ, എല്ലാം ഒരു നിവർത്തിയില്ല. നല്ല ഇടിയിട്ടുണ്ട്. അവിടുന്ന് ഒരു ഇടിയിട്ട് ആഴ്ച കുടുങ്ങിയാണ് നാടിയാ പോട്ടെ. നല്ല മഴ. ഞാൻ എൻ്റെ പേരെന്തായാലും കാണിച്ചത് പെരിക്ക് തന്നെ വയ്യ. എന്നാ കേട്ടോ അത് തുണിയാണ്ടോ, എന്നാ ദൂരിക്കോ അവിടെ തുണി അടുത്ത് ഫോട്ടോ എടുക്കാൻ വലിച്ചോ. പോട്ടെ. എന്തായാലും നല്ല ഇടി കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ വലിയ കൃഷി. നമ്മളിവിടുത്തെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഇടവഴി ഉണ്ടോ, ഇതിങ്ങനെ കയറി ചെന്നാൽ എൻ്റെ വീടാ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെയാണ് എൻ്റെ വീട്. എൻ്റെ വീട് കാണാത്തവർക്കായി കാണിച്ചിരുന്നു. ഇതുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ വീട്. നല്ല മഴ ഇവിടേക്ക് വെച്ച് തുടങ്ങുന്നത്. എൻ്റെ പ്രാവും കൂടി കാലിയാണ് ഗൈസ്. നമുക്ക് പ്രാവിനെ കൊണ്ടുവരണം. എന്തായാലും നമ്മൾ കൊണ്ടുവരും. പ്രാവിനല്ല, കിളിനെ കൊണ്ടുവരണം. അപ്പം വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ ഗൈസ്, ലവ് യു ആൾ. നമുക്ക് ചെറിയ വ്ളോഗൊക്കെ ആയിട്ട് അങ്ങോട്ട് പോവാം. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുട്ടികളെ. ബൈ.